ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ബ്യൂട്ടി ടിപ്സ് മലയാളം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ സ്കിന്നിനൊരു ഗോൾഡൻ ഗ്ലോ കൂടി ഇന്നർ ഗോൾഡൻ ഗ്ലോ കൂടി തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി റെമഡിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത പപ്പായ കട്ട് ചെയ്തിട്ടുള്ളതാണ്. പപ്പായ നന്നായിട്ട് തൊലിയെല്ലാം ക്ലീൻ ചെയ്ത് നല്ല ക്യൂബ്സ് ആയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിനൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ മാത്രം ചേർത്തുകൊണ്ടാണ് ഈ പപ്പായ ഞാൻ അരച്ചെടുക്കുന്നത്. ഈ അരച്ചെടുത്ത പപ്പായ കൊണ്ടിട്ട് 2 റെമഡിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഒരു അടിപൊളി പപ്പായ ക്രീമാണ്. നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണ് ഇത്. സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സിനെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്തുകൊണ്ട് സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് തരാനും സ്കിന്നിൽ ഡിസ്കളറേഷൻ, പിഗ്മെൻറ്റേഷൻ അങ്ങനെയുള്ളതെല്ലാം സ്കിന്നിൽ നിന്ന് നന്നായിട്ട് മാറ്റിക്കൊണ്ട് സ്കിന്നിനൊരു ഗോൾഡൻ ഗ്ലോ തന്നെ കിട്ടും. നിങ്ങൾ ഡെയിലി ഒരു 1 വീക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി റിസൾട്ടാണ് ഈ പപ്പായ നൈറ്റ് ക്രീം തരുന്നത്. ഓക്കെ, രണ്ടാമത്തെ റെമഡി എന്ന് പറയുന്നത് പപ്പായ നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടുന്നൊരു കാര്യമല്ല. സോ അതിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡാണ് ഐസ് ക്യൂബ് എന്ന് പറയുന്നത്. സോ പപ്പായ വെച്ചിട്ട് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ഐസ് ക്യൂബിൻ്റെ റെമഡി കൂടിയാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് പപ്പായ അരച്ചെടുത്തിട്ടുണ്ട്. പാകത്തിന് റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ദെൻ അതിനെ ഒരു നൈസായിട്ടുള്ള ക്ലോത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു തരി പോലും ഇല്ലാതെയാണ് അരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത്രയും പപ്പായ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ നിന്നും ക്രീമിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ, ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ക്രീം നിങ്ങൾ ഒരാഴ്ചത്തേക്ക് മാത്രമേ പ്രിപ്പയർ ചെയ്ത് വെക്കാവൂ. ഐസ് ക്യൂബായിട്ട് നിങ്ങൾക്ക് 1 മന്ത് വരെയൊക്കെ ഇതിനെ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ ക്രീമിനുള്ള 2 ടേബിൾ സ്പൂൺ പപ്പായ അരിച്ചെടുത്തിട്ടുള്ളത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 3 വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾസാണ്. എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 4 വരെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് നമ്മുടെ സ്കിന്നിലുള്ള ഡ്രൈനെസ്സിനെ നന്നായിട്ട് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കിന്നിനൊരു നാച്ചുറൽ ഗ്ലോ കൂടി തരാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ്. സ്റ്റോർ ബോട്ട് അലോവേര ജെല്ലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുള്ള നിങ്ങളുടെ കയ്യിലുള്ള കറ്റാർവാഴ പ്ലാന്റിൽ നിന്നും ജെല്ലെടുത്തിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. പക്ഷേ അത് ഷെൽഫ് ലൈഫ് കുറവായിരിക്കും. സോ നിങ്ങൾ മാക്സിമം സ്റ്റോർ ബോട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കണം. ദെൻ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് 1 ടീസ്പൂൺ ഓഫ് ഹണിയാണ്. നല്ല ഹണി കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഒരുപാട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നല്ല ഹണിയെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ ഏറ്റവും നല്ല ബ്രാൻഡ് തന്നെ വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ആ ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് ഇത് കിട്ടുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ ഒരു ബോട്ടിലിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ക്രീമിൻ്റെ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റ് ക്രീം. 1 വീക്ക് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കൂ. സ്കിന്നിൽ നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ ടർമറിക് ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഐസ് ക്യൂബിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അത്രയും പപ്പായ അരിച്ചെടുത്തിട്ടുള്ള ആ പൾപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ ഓയിലാണ്. ഇനി നിങ്ങൾക്ക് അലോവേര ജെല്ല് ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് അതും ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ സ്കിന്ന് ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയതുകൊണ്ടാണ് ഞാനിതിലേക്ക് സ്കിൻ കെയർ ഓയിൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ആക്കാം. അതിനുശേഷം ഒരു ഐസ് ക്യൂബ് ട്രേയിലേക്ക് ഒഴിച്ചിട്ട് 1 മന്ത് വരെ നിങ്ങൾക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക.